ഹലോ, ഗുഡ് ഈവനിങ്. ലൈഫിലൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ലാത്തത് കൊണ്ട് ലോങ് വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നാളുകളായിട്ട് വ്ളോഗ്സ് ഒന്നും നമ്മുടെ ചാനലിൽ കാണാത്തത് കേട്ടോ. ഇവിടെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലിരുന്നുള്ള ജോലിയും പഠിത്തവും പിന്നെ ജോബ് ഹണ്ടിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് തീറ്റയും ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നൊരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ തൊട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തില്ല. എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കൊന്ന് ഫ്രീ ആയി. അപ്പോൾ വൈകുന്നേരമാണ് കുറച്ച് പരിപാടികളൊക്കെ. കാരണം ഇപ്പോൾ പകലൊക്കെ നല്ല വെയിലായതുകൊണ്ട് അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ. വീട്ടിനകത്ത് തന്നെ ഇരിപ്പാണ്. അകത്തിരുന്നാലും ചെറിയ തോതിൽ ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ചെടി നനയ്ക്കുന്നതും മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ വൈകുന്നേര സമയത്താണ്. അപ്പം ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാൻ രാവിലെ തൊട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സൂപ്പറായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനും പിന്നെ നമ്മുടെ അസ്തമയ സൂര്യനും ഉണ്ടാവും ഫ്രെയിമിൽ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ, നല്ല ലൈറ്റും ഉണ്ട് കേട്ടോ. കുറച്ച് പുറകോട്ടുള്ള വീഡിയോസിലൊക്കെ, അതായത് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചുറ്റിനുള്ള മരങ്ങളെല്ലാം വെട്ടി, റബ്ബറൊക്കെ വെട്ടി. കാരണം ഈ നമ്മുടെ വീട് ഇരിക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ചുറ്റിലും മരങ്ങൾ തന്നെയായിരുന്നു. ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാടിനകത്ത് വീടിരിക്കുന്ന ഒരു പ്രതീതിയാണ്. കാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നാല് പാടുന്നും വീടിൻ്റെ കരച്ചിലും നിറച്ച് കിളികളും ഒക്കെ ആയിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മുടെ തൊട്ടടുത്തുള്ള ഉയരം കൂടിയ മരത്തിലെല്ലാം കാക്കക്കൂടും പലതരം കിളിക്കൂടും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് രാവിലെയും ഈ വൈകുന്നേരം സന്ധ്യ സമയത്തും എല്ലാം കിളികളുടെ സൗണ്ടും അതൊക്കെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. കാര്യം മുറ്റം നിറച്ച് ഇലകളൊക്കെ വീണിട്ട് രാവിലെയും വൈകിട്ടും അടിച്ചു വാരി നടുവൊടിയുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നേലും ഈ ഒരു സമയത്ത് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ തളിര് വന്ന് പറമ്പ് മുഴുവൻ ഒരു ഇളം പച്ച നിറത്തിൽ കാണുമായിരുന്നു. ഇനി അതൊക്കെ അങ്ങോട്ട് മിസ് ചെയ്യും. അപ്പോൾ ഞാനിതൊക്കെ ഇത്ര കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ കാടും മേടും പുല്ലും പച്ചയും പുഴയും തോടും കണ്ടവും വരമ്പും ഒക്കെ എത്ര കണ്ടാലും അനുഭവിച്ചാലും മതിയാവാത്ത പോലെ. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാൻ എൻ്റെ SSLC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഈ ഒരു സമയത്താണല്ലോ, അത് ഫെബ്രുവരി മാർച്ച് മാസം. അപ്പം ഈ ഒരു സമയത്ത് ജാനുവരി ഫെബ്രുവരിയൊക്കെ നമുക്ക് സ്റ്റഡി ലീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ പഴയ വീട്ടിലായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു റബ്ബർ തോട്ടത്തിലായിരുന്നു. നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഏരിയ ഫുൾ ഇങ്ങനെ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് പുറകുവശത്തുള്ള റബ്ബർ തോട്ടത്തിൽ എടുത്തുകൊണ്ട് നടക്കാവുന്ന ഒരു കുഞ്ഞ് ചെയറൊക്കെ എടുത്തുകൊണ്ട് ഇട്ട് അവിടെ ഇരുന്ന് പഠിച്ച്, എന്നുവെച്ചാൽ ആ ഒരു സമയത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചൂടൊന്നുമില്ലല്ലോ. അപ്പോൾ ആ കാലാവസ്ഥയൊക്കെ എൻജോയ് ചെയ്ത്, അത് ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് പുതിയ തളിര് വന്നിങ്ങനെ തളിർത്ത ആ ഒരു പച്ച നിറത്തിലിങ്ങനെ ആയിരുന്നു ഫുള്ള് പറമ്പ് മുഴുവൻ. നല്ലൊരു രസമായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്തിരുന്നതാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ള് പറമ്പിക്കൂടെയാണല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്, അവധിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ രാവിലത്തെ കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ആങ്ങളെ ഉണ്ടാവും. പിന്നെ പരിസര പ്രദേശത്തുള്ള നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരും പിന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് പറമ്പിലേക്ക് അങ്ങ് ഇറങ്ങി കളിക്കാനുള്ള ഒരു കളിക്കും. പിന്നെ ഇങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ പറമ്പിൽ നിന്നൊക്കെ തന്നെയായിരിക്കും കേട്ടോ. പേരയ്ക്കായും പിന്നെ മാങ്ങ പൊട്ടിച്ച് തീറ്റ, ഇങ്ങനെയൊക്കെയാണ് കസിൻസും ഒക്കെ ആയിട്ട്. എൻ്റെ തറവാട്ടിലായിരുന്നു മെയിനായിട്ടും ഇങ്ങനെ ഞാൻ തറവാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പച്ചയുടെ ചാച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ സമ്മർ വെക്കേഷൻ ഫുള്ള് സ്പെൻഡ് ചെയ്തിരുന്ന അവിടെയായിരുന്നു കേട്ടോ. സമ്മർ വെക്കേഷൻ മാത്രമല്ല, ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം 2 ദിവസത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഒരു കൂടിനകത്താക്കി ഞാൻ പോകും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ, കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച വൈകുന്നേരമാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വല്യമ്മച്ചിയുടെ കൂടെയായിരുന്നു കൂടുതലും ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത്. വല്യമ്മച്ചിക്കാണെങ്കിൽ അവർ പഴയ കാലത്തെ ആൾക്കാരല്ലേ. അപ്പം അവിടുത്തെ വീടെന്ന് പറഞ്ഞാൽ പഴയ ഓലപ്പരയായിരുന്നു, ചാണകം മെഴുകിയ വീടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരാനായിട്ട് ഈ പാള കുത്തിയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ, അതിനകത്തൊക്കെ ഒരുപാട് വെള്ളം ചോർന്നിട്ടുണ്ട്. പാളയ്ക്കകത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിറച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനകത്ത് പകുതി വെള്ളമേ കാണുള്ളായിരിക്കും. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എല്ലമ്മച്ചി ഇങ്ങനെ പറമ്പിൽ എപ്പോഴും വിറക് പെറുക്കാൻ പോകും. വിറക് പെറുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ജാതിക്ക പൊട്ടിച്ച് തിന്നുക, പിന്നെ അതുപോലെ ആനിക്ക വിള പെറുക്കി നടക്കുക. നമ്മുടെ തറവാടിൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ സമയത്തൊക്കെ വേനൽക്കാലത്ത് ആനിക്ക വെള്ളമെല്ലാം വീണിട്ട് അതിൻ്റെ കുരുവൊക്കെ പെറുക്കിയെടുത്ത് നമ്മളതൊക്കെ വറുത്തൊക്കെ തിന്നുമായിരുന്നു കേട്ടോ. പിന്നെ ചക്കക്കുരു വറുത്ത് തീറ്റ, അതൊക്കെ ഭയങ്കര ഇപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ്.
അവരൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ള ഒരു സമയമാണ് നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കെല്ലാം. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ വലിയ പ്രായമുള്ള പോലെ തോന്നിക്കുന്നു. ഞാനത്ര വലിയ മുതിക്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന ആ ഒരു സമയമൊക്കെ ഓർത്തു പോയതാണ്. ഇപ്പോൾ ഇണങ്ങാൻ വേണ്ടിയിട്ട് ഈ മരങ്ങളും കുറച്ച് ചെടികളും മാത്രമേ ഉള്ളൂ. ഇനിയും ഒത്തിരി പറഞ്ഞാൽ ക്രിഞ്ചായി പോകും കേട്ടോ. ഇതിനിടയിൽ ചെടിയൊക്കെ നനച്ചു. നല്ല വേനൽക്കാലത്ത് രാവിലെയും വൈകുന്നേരവും ചെടിയും പച്ചക്കറിയൊക്കെ നനയ്ക്കും കേട്ടോ. രാവിലെ അമ്മച്ചി നനയ്ക്കും, വൈകുന്നേരം ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നനയ്ക്കും, അല്ലെങ്കിൽ അമ്മച്ചി തന്നെ നനയ്ക്കും. പിന്നെ ചെടികളെന്ന് പറയാനായിട്ട് ഇവിടെ വലിയ പൂന്തോട്ടമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ ഉള്ളതൊക്കെ അപ്പച്ചയുടെ അമ്മച്ചിയുടെ പരിപാടികളൊക്കെയാണ്. അതിലൊന്നും ഞാൻ അങ്ങനെ കൈകടത്താറില്ല. എനിക്ക് ചെടികളോടും പൂക്കളോടും ഒക്കെ ഇഷ്ടം തന്നെയാണ്. അതാണ് ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ കാണുന്നത്. പക്ഷെ അത് മിനിമലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പച്ചയ്ക്കും അമ്മച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പൂക്കളുണ്ടാവുന്ന പൂച്ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എവിടുന്ന് എന്ത് കിട്ടിയാലും അതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് നട്ടു വയ്ക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. എനിക്ക് ചെയ്യുവാണെങ്കിൽ നല്ല അറേഞ്ച് ചെയ്ത് നല്ല ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വെക്കുന്നതാണ് ഇഷ്ടം. ഞങ്ങൾ ഈ വീട് പണിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, വീടിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വീടിൻ്റെ മതിൽ, മുറ്റം, ഗേറ്റ്, പിന്നെ ഈ ചെടികളൊക്കെ നടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോവിഡിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പണി തീർത്ത ഒരു വീടാണ് ഇത്. അപ്പോൾ ഞാനിത് തുടങ്ങിയ സമയത്ത് വന്നു പോയിട്ട് പിന്നെ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് എബ്രോഡ് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം വീടെന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായിരുന്നു. വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയൊരു ദൈവാനുഗ്രഹം തന്നെ വേണം പറയാൻ കേട്ടോ. എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹം നമ്മളെ വീട്ടിലേക്ക് ഓരോ കാര്യങ്ങൾക്ക്, കാരണം നമ്മൾ സ്വന്തം ചെയ്യുമ്പോഴല്ലേ നമുക്കതൊക്കെ പറ്റുള്ളൂ. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് ചെയ്യാൻ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും മേടിക്കാനൊക്കെ പോകുമ്പോൾ, പർച്ചേസിനൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട്, ഇപ്പം ഒരിടത്ത് നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയത് വേറൊരിടത്തു നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു ആ സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് വേറൊരാൾ ചെയ്ത് തരുമ്പോൾ നമുക്ക് അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാനും പറ്റത്തില്ല. അപ്പം ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും എനിക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും, അല്ലെങ്കിൽ വീഡിയോസ് അയച്ചു തരും, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ മനസ്സിൽ കണ്ട പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ പറയാനും പാടില്ല, കാരണം ആ സമയത്ത് ഇത് പണിത് കിട്ടിയത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹം എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ചെടി നടുന്നതിനെ കുറിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമവും കൂടെ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിലേക്കൊന്നും ഇടപെടാറില്ല എന്ന് പറഞ്ഞത്. അത് വലിയ കാര്യമൊന്നുമല്ല. നമുക്ക് സമയമുണ്ടല്ലോ, പതുക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ മുറ്റത്ത് ഒരു പ്ലാവ് മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ചക്കയൊക്കെ ഉണ്ടായി അത് പഴുത്ത് വീണാക്കി വൃത്തികേടായി പോവും. മാവ് ഓക്കെയാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഫലവൃക്ഷങ്ങൾ, റംബൂട്ടാൻ, സപ്പോട്ട, അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന കായൊക്കെ കണ്ട് സന്തോഷിക്കുന്നതൊക്കെ അപ്പച്ചയുടെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പച്ചായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഈ വക സാധനങ്ങളൊക്കെ ഇങ്ങനെ ആദ്യമേ തന്നെ ഇവിടെ എല്ലാം നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ശേഷമുള്ളവർക്കൊക്കെ ഗുണമുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പതിവ് പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനേക്കാളും കൂടുതൽ ഇലകളുണ്ടായിരുന്നു. ഞാനിതിപ്പോഴും ഓർക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും മുറ്റം അടിക്കുമായിരുന്നു കേട്ടോ. വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. എനിക്ക് മഴക്കാലത്ത് ഇങ്ങനെ വൃത്തിയാക്കുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേക്ക് അമ്മച്ചി തന്നെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ അമ്മച്ചിനെ കൊണ്ട് ഞാനിത് ചെയ്യിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ രാവിലെയും വൈകുന്നേരം അടിക്കണേ. അപ്പോൾ കഴിഞ്ഞ വർഷം മുറ്റം അടിച്ച് വാരി തന്നെയാണ് ഞാൻ എൻ്റെ പകുതി വണ്ണം കുറച്ചത്. എനിക്കറിയത്തില്ല മുറ്റം അടിച്ച വണ്ണം കുറയുമെന്നൊന്നും. പക്ഷേ വേനൽക്കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വണ്ണമൊക്കെ ഇച്ചിരി കുറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ തൂക്കുന്നതനുസരിച്ച് ഇങ്ങനെ കാറ്റ് വീശി ഇല പൊഴിഞ്ഞ് തീർന്നിട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും ഇല വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇല വീണാൽ എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ഇല പിന്നെയും പെറുക്കി കളയും കേട്ടോ. അപ്പോൾ എനിക്ക് അടിച്ചു വാരിക്കഴിഞ്ഞാൽ മുറ്റത്ത് പിന്നെ ഇല കാണാൻ പാടില്ല, ഇല വീഴാൻ പാടില്ല. കാരണം രാത്രിയിൽ ഇപ്പം നിലാവുള്ള സമയമല്ലേ, അതുകൊണ്ട് ഇന്നലെയൊക്കെ ഫുൾ മൂൺ ആയിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഞാനും കിങ്കോടെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുറ്റത്ത് ഇലയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് തന്നെ അടിച്ചു വാരണം എന്നൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഈ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞ് വീണ്ടും ഇല വീഴുകയാണെന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ പെറുക്കി കളയും നടന്ന്. ഈ കരിയിലൊക്കെ നേരത്തെ നമ്മൾ കൂട്ടി കത്തിച്ച് കളയുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വാരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചായി ഫ്രീ ആവുന്നതനുസരിച്ച് എടുത്ത് വാഴച്ചട്ടി കൊണ്ടിട്ടുള്ള നമ്മൾ വാഴത്തൈയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ,
അപ്പോൾ ഈ കരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാഴയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടിക്കോളും. അതുകൊണ്ട് കളയാറില്ല. ഞാൻ മിക്കവാറും ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും അവിടെ ഇവിടെയൊക്കെ. ഇന്നിപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് വാരിക്കൂട്ടി കൊട്ടയ്ക്കകത്ത് കോരി അപ്പുറത്തെ പറമ്പ് വരെ ഒന്ന് കൊണ്ടിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡ് ക്ലീൻ ചെയ്യണോ വേണ്ടോ എന്ന് അവിടെ പോയിരുന്ന് ഇച്ചിരി നേരം ഒന്ന് ആലോചിക്കണം. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അപ്പം കാറ്റ് വീശുന്നതുകൊണ്ട് കൊട്ടയ്ക്കകത്ത് വാരി വെച്ചും കൂടെ പറന്നു പോവാണ്. അമ്മച്ചിയാണെങ്കിൽ മഴക്കാലം ആകുമ്പോൾ പകുതി രാവിലെ ചെയ്യും, വൈകിട്ട് ബാക്കി പകുതി കൂടി ചെയ്യും. പിന്നെ എല്ലാ ദിവസവും തൂത്തുവാരാനും പറ്റത്തില്ലല്ലോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും വൈകിട്ടത്തെ എൻ്റെ പുറത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ. പിന്നെ ഈ തൂത്തുവാരുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും വിശദീകരിക്കാനൊന്നുമില്ലല്ലോ. പിന്നെ എൻ്റെ അനിയത്തിയും കൂടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. ഞാൻ പുറത്തുകൂടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അവൾക്ക് കുറച്ചും കൂടി ഇഷ്ടം അകത്തൂടെയൊക്കെ ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. അത് നല്ല നീറ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അവൾക്ക് മുറ്റം തൂത്തുവാരാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ചൂലുമായിട്ട് മുറ്റിലേക്കൂടെ അടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കരിയില ഒന്നും നീങ്ങത്തില്ല. അത് ഭയങ്കര പാടാണ്, കുറേ സമയം എടുക്കും, കിള്ളിപ്പെറുക്കി എടുക്കണ്ടേ. അതാണ് ഒരു മെയിൻ ഇഷ്യൂ. പക്ഷേ ഞാനാണെങ്കിൽ എത്ര സമയം എടുത്തിട്ടായാലും ശരി എല്ലാ മുക്കുമൂലയും ഒക്കെ ഇങ്ങനെ തൂത്തുവാരി എടുക്കും കേട്ടോ. ഇങ്ങനെ ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ ഇത്ര ക്ലിയർ ആയിട്ട് വിശദീകരിച്ച് പറയുന്നത് ചിലപ്പോൾ ഞാൻ മാത്രമേ കാണുള്ളായിരിക്കില്ല. എനിക്കിപ്പോൾ ഇതേ ചെയ്യാനുള്ളൂ. ക്ലീനിങ്, കുക്കിംഗ്, വാഷിംഗ്, ഡെയിലി ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നൊരു സമ്മതിക്കണം കേട്ടോ. ചെയ്യേണ്ടതാണ്. എന്നാലും ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് തോന്നും. എൻ്റെ അനിയത്തി പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു 1 ഇയർ വീട്ടിൽ ഇരുന്നായിരുന്നു കേട്ടോ. വെറുതെ ഇരുന്നായിരുന്നു, പഠിക്കുന്നുമില്ലായിരുന്നു, വേറെ ഒന്നും ചെയ്യുന്നുമില്ലായിരുന്നു. കോവിഡിൻ്റെയൊക്കെ സമയത്തായിരുന്നു കേട്ടോ. അഡ്മിഷനൊക്കെ ആവാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അവൾ എന്നെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയായിരുന്നു, അയ്യോ ഇവിടെ ഇരുന്ന് തൂത്തുവാരി ജീവിതം തീരുമെന്നാണ് തോന്നുന്നതെന്ന്. എന്നുവെച്ചാൽ വേറൊന്നും ചെയ്യാനില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഈ ക്ലീനിങ് ഒരു ദിവസം എന്നോട് പറയുക, നമ്മൾ ചില ദിവസം ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത് എന്നിങ്ങനെ തോന്നിപ്പോകുന്നു. അത് ചിലപ്പം അവളൊരു കുട്ടിയായതുകൊണ്ട് ഒരു അങ്ങനെ തോന്നിയതായിരിക്കും. കാരണം അതിന് മുമ്പ് വരെ ഒരുപാട് കാര്യങ്ങളും പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കായിരുന്നു. വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സിനെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ വേറെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വിചാരം വരത്തില്ലായിരിക്കും. പക്ഷേ വീട്ടിൽ തന്നെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ശരിയാണ്, എനിക്കും ഇടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്തങ്ങ് മടുത്തു എന്നുള്ളൊരു തോന്നൽ. അപ്പം ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് പതുക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേർത്തു, നല്ല പൊടിയുണ്ട്, ചെറുതായിട്ട് ചൊറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വാതിക്കെ വന്നിരുന്നു കേട്ടോ. അമ്മച്ചി വന്ന് എന്തായി എന്നൊക്കെ വന്ന് എത്തി നോക്കിയിട്ടൊക്കെ പോയി. അപ്പം സന്ധ്യ ആവാറായപ്പോഴത്തേക്കും നമുക്കിവിടെ കൊതുകിൻ്റെ ശല്യമൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ജനലൊക്കെ അടച്ചു, കേർട്ടനൊക്കെ താത്തിയിട്ടു, ലൈറ്റൊക്കെ ഇട്ടു. ഇതിപ്പോൾ ഇങ്ങനെ പകൽ ടി വി കാണാൻ വന്നിരിക്കുമ്പം അലങ്കോലപ്പെടുത്തിയിട്ടിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ എടുത്തു വെച്ചു. ടി വി കാണാനായിട്ട് ഫുഡൊക്കെ കഴിച്ച് ടി വി ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ കിടന്നും ഇരുന്നും അവിടെ കിടന്ന് ഉറങ്ങാറും ഒക്കെ ഉണ്ട്. അതിനൊക്കെയാണല്ലോ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ അത് കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കും. എന്തിനാണ് ഇത് രാവിലെ വന്ന് വീണ്ടും അലമ്പാക്കി വയ്ക്കാനുള്ളതാണേ. അപ്പം മടുത്തിട്ടാണ് ഞാനിങ്ങനെ സ്ലോ ആയിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂടെടുക്കുന്നുണ്ട്, കുളിക്കണം. അപ്പം ചായ കുടിച്ചിട്ടേ കുളിക്കുന്നുള്ളൂ, കാരണം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് അമ്മച്ചി എനിക്ക് എൻ്റെ കയ്യിൽ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടിയുടെ ഇല എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ. തിരുമ്മി ഇതിൻ്റെ നീര് തേക്കാൻ വേണ്ടിയിട്ട്. അമ്മച്ചി എന്നെ കാണിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. കാരണം അമ്മച്ചി പുറത്ത് കോഴിയുടെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. കോഴിക്ക് തീറ്റ കൊടുക്കലും പിന്നെ പുറത്ത് ചെടി നനയ്ക്കലും, ചെടിയല്ല പച്ചക്കറി നനയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായിരുന്നു. അപ്പോൾ ചൂടെടുത്ത് മുഷിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ എന്നെ കാണിക്കണ്ട എന്നും പറഞ്ഞ് ഓടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഞാൻ പൊതുവേ കുടിക്കാറില്ലാത്തതാണ്. പക്ഷേ ഇതുപോലെ വൈകുന്നേരം എന്തെങ്കിലും പണിയൊക്കെ ആയിട്ട് നടന്നിട്ട് ഞാൻ ക്ഷീണിച്ച് നടക്കുകയെന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മച്ചി ചായ എടുത്ത് വയ്ക്കും കേട്ടോ. കാരണം പാൽ ചായ ഞാൻ ഒഴിവാക്കിയതാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാൽ കാപ്പിയും പാൽ ചായയും അത്ര ഞാൻ കാര്യമായിട്ട് കുടിക്കാറില്ല. വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, എന്തോ പാലൊക്കെ കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പാലും പിന്നെ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ എന്തോ ആരോഗ്യം കിട്ടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ പാരൻസിനൊക്കെ. അതുകൊണ്ട് എടുത്തു വെക്കുമ്പോൾ പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുടിക്കും. പക്ഷേ ഞാൻ പഞ്ചസാര ഒഴിവാക്കിയതാണ്. എനിക്ക് പഞ്ചസാര ഇട്ടേ തരുണ്ടായിരുന്നുള്ളൂ. അപ്പം പഞ്ചസാര ഇല്ലാതെ ഞാൻ കുടിക്കുന്നത് കാണുമ്പോൾ അമ്മച്ചി അയ്യേ എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞ് പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലാണ് ഞാൻ അതിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നിൻ്റെ ഇല അമ്മച്ചി കൊണ്ട് തന്നത്. പൊള്ളിയത് കുറഞ്ഞായിരുന്നു, പക്ഷേ മുറിവ് ഇച്ചിരൂടെ ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ ചായയോടെ കഴിഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് കയറി പോകുന്നു കേട്ടോ. അപ്പോൾ ടെറസിൽ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു യുവാവ് പറമ്പിൽ നിന്ന് തീ കത്തിക്കുന്നത് കണ്ടോ. അപ്പോൾ അപ്പച്ചായിയാണ് കേട്ടോ.
അപ്പച്ചായി വൈകിട്ട് വന്നു കഴിയുമ്പോഴാണ് കുറച്ച് പറമ്പിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ മരം വെട്ടിയതിൻ്റെ ഇലയും കമ്പും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാസ്ക് വെച്ചത് എനിക്ക് കുറച്ചും കൂടെയൊക്കെ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും എല്ലാം കൂടി നിങ്ങളെ കാണിച്ച് കഴിയുമ്പോൾ എനിക്കിത് മാത്രമേ പണിയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും എന്ന് വിചാരിച്ചാണ് അതാ ഒരു വീട്ടമ്മയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് മുടിയൊക്കെ പതുക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പതുക്കെ നരച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉള്ള മുടി അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ വല്ലപ്പോഴൊക്കെ ഓയിൽ ചെയ്യാറുള്ളൂ. ഓയിൽ ചെയ്യുമ്പോഴും മസാജ് ചെയ്യാറുണ്ട്. അതല്ലാതെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം ഇതുപോലെ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് ഹെയർ മസാജ് ചെയ്യാറുണ്ട്. ഇത് നല്ലതാണ്. മുടി പൊഴിയാതിരിക്കാനും പോയ മുടി വളരാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സർക്കുലേഷൻ കൂട്ടുമല്ലോ. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, പ്രെയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ഞാൻ ചോറ് സ്കിപ്പ് ചെയ്തായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിലേ ആയിരുന്നു കേട്ടോ. അതും ഹെവി ആയിട്ട് കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ഇഷ്ടമുള്ളത് കൊണ്ട് അതങ്ങനെ നന്നായിട്ട് കഴിച്ചു. അതുകൊണ്ട് ഉച്ചയ്ക്ക് വിശന്നില്ല. അപ്പോൾ ചോറൊക്കെ കഴിച്ചു. വെജിറ്റബിൾസ് ഒരുപാട് കഴിച്ചില്ല. വൈകിട്ട് ചോറങ്ങനെ കഴിക്കാറിൽ പതിവില്ലാത്തത് കൊണ്ട് കുറച്ച് കറിയൊക്കെ കൂടുതലെടുത്ത് അങ്ങനെ കഴിച്ചു. ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ മുടി അഴിച്ചിട്ടാൽ കിടക്കാറാകുമ്പോഴത്തേക്കും അതങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ ചെറിയ രീതിയിലൊരു സ്കിൻ കെയർ ഒക്കെ ഉണ്ട്. അപ്പം ചെറിയ തണുപ്പൊക്കെ രാത്രിയിലുള്ളത് കൊണ്ടും വിൻ്റർ ആയതുകൊണ്ട്, വിൻ്റർ അല്ല സമ്മറാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കിടന്നില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നൊരു കണ്ടീഷനാണ് എൻ്റേത്. പിന്നെ ആക്റ്റീവായിട്ടുള്ള ആഗ്നീസും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സെറം അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിലേക്ക്. പിന്നെ ചുണ്ടിൽ ഒരു ലിപ് ബാമും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ നൈറ്റിലെ സ്കിൻ കെയർ ആയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ എൻ്റെ ഫേസിൽ നല്ല ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. 2 കവിളിലും ഇങ്ങനെ തൊലിയൊക്കെ പോയിട്ട്, ചുണ്ടിലും തൊലിയൊക്കെ പോയിട്ട് ഇങ്ങനെ ബേൺ ആയതുപോലെ. എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് ഒന്ന് ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.